ബന്ദിമോചനത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ച ഇസ്രായേലും ഹമാസും. ഗസയിൽ തടവിലാക്കപ്പെട്ട 20 ഇസ്രായേലി ബന്ദികളെ ആദ്യം മോചിപ്പിക്കും. 50 പലസ്തീൻ തടവുകാരും ഗസയിൽ നിന്നുള്ള 1700 തടവുകാരും മോചിതരാകും. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, സന്തോഷകരമായ വാർത്തയാണ്. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട നിരവധി തർക്കങ്ങൾ ഹമാസും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ ആ മോചനം സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും ബന്ദിമോചനം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഗസയിൽ നിന്നും ഈജിപ്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ ഏതാണ്ട് ട്രംപിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകളുടെ ഉടമ്പടികൾ നാളെ പൂർത്തിയാകാനിരിക്കുകയാണ്. ഈ ബന്ദിമോചനത്തിന്റെ ആദ്യഘട്ടം ഏതാണ്ട് നാളെ രാവിലെയോടുകൂടി ഏതാണ്ട് 9:30 തന്നെയായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിലെത്തുക. അതിനുശേഷമായിരിക്കും ബന്ദിമോചനത്തിന് ആദ്യഘട്ടം ആരംഭിക്കുക. ആദ്യഘട്ടം റെഡ് ക്രോസിന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ അല്ലെങ്കിൽ ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലിലുള്ള ബന്ദികളെ ഹമാസ് കൈമാറും. അതിനുശേഷമായിരിക്കും ഹമാസ് ആവശ്യപ്പെടുന്ന ആളുകളെ കൈമാറാനുള്ള തീരുമാനം. ഇതിൽ ഹമാസ് ആവശ്യപ്പെടുന്ന ആളുകളുടെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അവ്യക്തത അല്ലെങ്കിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. എന്തായാലും 20ഓളം ഇസ്രായേൽ ബന്ദികളെ ഹമാസ് നാളെ മോചിപ്പിക്കും. അതിനുശേഷം ഹമാസ് ആവശ്യപ്പെട്ട ആളുകളെ മോചിപ്പിക്കും. അതിൽ മർവാൻ ബഗൂത്തി, അഹമ്മദ് സാദത്ത് തുടങ്ങി 7 തടവുകാരെ മോചിപ്പിക്കണമെന്ന് ഹമാസ് ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവരെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത്. കാരണം അവരെ ഭീകരവാദികളായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 7 പേരിൽ ഇതിൽ 2 പേരെയെങ്കിലും മോചിപ്പിച്ചാൽ മാത്രമേ മുഴുവൻ പേരെയും മോചിപ്പിക്കാൻ കഴിയൂ എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആ നിലപാടിലേക്കാണ് ഇപ്പോൾ ഹമാസ് വന്നിട്ടുള്ളത്. എന്തായാലും ബന്ദിമോചനം നാളെ സാധ്യമാകും. രാവിലെ 9:00 തന്നെ ട്രംപ് ഇസ്രായേലിലെത്തും. ആദ്യം ട്രംപ് ഈ ബന്ദികളുടെ അല്ലെങ്കിൽ ബന്ദിമോചനം നടക്കുന്ന അവിടെ ആയിരിക്കും ട്രംപ് ഉണ്ടാകുക. അതിനുശേഷം ട്രംപ് അവരുടെ കുടുംബാംഗങ്ങളെ കാണും. അതിനുശേഷം ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. അതിനുശേഷമായിരിക്കും ട്രംപ് ഈജിപ്തിലേക്ക് പോവുക. അവിടെയാണ് സമാധാന ചർച്ചകൾക്കുള്ള ഉടമ്പടി നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അവിടെ 20 ലോകരാജ്യങ്ങളുണ്ടാകും, അവരുടെ പ്രതിനിധികളുണ്ടാകും. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികളുണ്ടാകും. ലോകരാജ്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉച്ചകോടി അല്ലെങ്കിൽ സമാധാന ഉടമ്പടി നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഒപ്പിടും. പക്ഷേ ഹമാസും ഇസ്രായേലും ഈ ഉടമ്പടിയിൽ ഒപ്പിടാൻ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക പ്രതികൾ ഈ ഉടമ്പടിയിൽ ഒപ്പിടാൻ ഔദ്യോഗികമായി എത്തില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ എന്നാലും ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഇപ്പോഴും ഹമാസ് ആവശ്യപ്പെടുന്ന ചില ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ് അവ്യക്തത നിലനിൽക്കുന്നത്. അവരെ ഭീകരവാദികളായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ ആദ്യഘട്ട 20 പേരടങ്ങുന്ന ഇസ്രായേൽ ബന്ദികളുടെ മോചനം സാധ്യമാകും. അവരെ റെഡ് ക്രോസിന് കൈമാറും. അതിനായി 3 സ്ഥലങ്ങളാണ് ഇപ്പോൾ ഹമാസ് തീരുമാനിച്ചിട്ടുള്ളത്. ഗസയിൽ തന്നെയാണ്. ആ 3 സ്ഥലങ്ങളിൽ ഈ 20 പേരെയും കൊണ്ടെത്തിക്കും. അതിനുശേഷം അവരുടെ മോചനം നടക്കും. അതിനുശേഷമായിരിക്കും ഹമാസ് ആവശ്യപ്പെട്ടുള്ള ഏതാണ്ട് 50 ഹമാസ് ആവശ്യപ്പെട്ട 50 ആളുകളെയും പിന്നെ ഏതാണ്ട് 1700ഓളം പലസ്തീനിയൻ വംശജരെയുമാണ് ഇസ്രായേൽ മോചിപ്പിക്കേണ്ടത്. അതിൽ ഏതാണ്ട് 1 ഡസനോളം കുട്ടികളുണ്ട്. അങ്ങനെ മുഴുവൻ പേരെയും അടുത്ത ദിവസം ആദ്യം ഹമാസിന്റെ കയ്യിലുള്ള ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കും. അതിനുശേഷം ഇസ്രായേലിന്റെ കൈവശമുള്ള ഹമാസിന്റെ ബന്ദികളെയും പലസ്തീൻകാരെയും മോചിപ്പിക്കും. അങ്ങനെ 2 ഘട്ടമായി 2 ദിവസങ്ങളായിട്ടാണ് നടക്കുക. എന്തായാലും നാളെ പുലർച്ചയോടുകൂടി ഇതിന്റെ ആദ്യഘട്ടം ആരംഭിക്കും. പിന്നീട് അതിന്റെ തുടർ നടപടികൾ ആരംഭിക്കും. എന്തായാലും അതിന് മുൻപ് തന്നെ ട്രംപ് അവിടെ എത്തുകയും ട്രംപ് ഇതിന് സാക്ഷിയാവുകയും ട്രംപ് ഈ കുടുംബാംഗങ്ങളെ ഇസ്രായേൽ ബന്ദികളുടെ കുടുംബാംഗങ്ങളെ കാണുകയും അതിനുശേഷം ട്രംപ് ആ മേഖലയിൽ ഇസ്രായേലിൽ പാർലമെന്റിൽ സംസാരിക്കുകയും ചെയ്യും. പക്ഷേ അതിനുശേഷം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വൈകാരികമായി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗമുണ്ടായിരിക്കുന്നു. താനും ഭാര്യയും ബന്ദികളുടെ കുടുംബാംഗങ്ങളുമായി നിരവധി തവണ ചർച്ച നടത്തി അവരുടെ ആഗ്രഹവും വേദനയും കണ്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തിരികെ കൊണ്ടുവരും, നാളെ ഒരു പുതിയ തുടക്കമെന്നും ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ അതിന്റെ സൂചനയെ വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. നാളെ ഒരു പുതിയ തുടക്കം എന്ന രൂപത്തിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. അത് മാത്രമല്ല ഹമാസിന് മേൽ വിജയം നേടിയെന്ന് ഇസ്രായേലിന്റെ ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ കൂടി പറയുന്നു. അങ്ങനെ ആ രൂപത്തിൽ ഇസ്രായേൽ ഈ കാര്യങ്ങളെ വളരെ പോസിറ്റീവായി കാണുന്നു. ബന്ദികളുടെ മുഴുവൻ മോചനവും സാധ്യമാകുന്നു. ഗസയിൽ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തുടങ്ങി വെച്ചതിനെ ഇസ്രായേൽ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം കാണാൻ. അതിന്റെ മറുവശമായി നമ്മൾ കാണേണ്ടത് ഹമാസ് ആവശ്യപ്പെടുന്ന ആളുകളെ കൂടി ഇസ്രായേൽ മോചിപ്പിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏതാണ്ട് ഗസയിൽ സമാധാനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് 20 കാര്യങ്ങളിലുള്ള ചർച്ചകൾ പുരോഗമിക്കുക. അതിൽ ഹമാസിന്റെ നിരായുധീകരണവും ഗസയുടെ അധികാരം ആര് പങ്കിടണം അല്ലെങ്കിൽ ആരായിരിക്കണം ഗസയുടെ അധികാരം നിയന്ത്രിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ നടക്കും. ഇക്കാര്യങ്ങൾ രണ്ടിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഹമാസ് ഇപ്പോഴും നിരായുധീകരണത്തിന് തയ്യാറായിട്ടില്ല. അവരുടെ സായുധ പ്രതിനിധികൾ ഇപ്പോഴും ഗസയിലുണ്ട്. ഗസയിൽ ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ടുള്ള തർക്കങ്ങൾ തുടരുന്നുണ്ട്. കാരണം ഹമാസിന്റെ സായുധ പോരാളികളും ഇപ്പോൾ ഗസയിലുള്ള ആളുകളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇപ്പോഴും ഈ നിമിഷവും നടക്കുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 20ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഗസയുടെ സമാധാനം സംബന്ധിച്ച് നിരവധിയായ ചർച്ചകൾ വരും ദിവസങ്ങൾ നടക്കേണ്ടതുണ്ട്. നാളെ അന്തിമമായി ബന്ദി കൈമാറ്റം ആരംഭിക്കും. അതിൽ വലിയ ശുഭസൂചനകളാണ് അതിൽ നിലനിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവിധ.
ശുഭസൂചകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബന്ദിമോചനത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലും ഹമാസും. ഗസയിൽ തടവിലാക്കപ്പെട്ട 20 ഇസ്രായേലി ബന്ദികളെ ആദ്യം മോചിപ്പിക്കും. 50 പലസ്തീൻ തടവുകാരും ഗസയിൽ നിന്നുള്ള 1700 തടവുകാരും മോചിതരാകുമെന്നുള്ളതാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ പങ്കുവയ്ക്കുന്ന വിവരം. വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയ വിവാദ നിലപാട് തിരുത്തി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി. ഡൽഹി അഫ്ഗാൻ എംബസിയിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വാർത്താസമ്മേളനം നടത്തി. വനിതകളെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലെന്നും തിരക്കിനിടെ സംഭവിച്ചതാണ് എന്നുമാണ് വിശദീകരണം. അമൃത്സറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയത് കേന്ദ്ര സർക്കാരിനെ പോലും പ്രതിരോധത്തിലാക്കിയിരുന്നു. അഫ്ഗാൻ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗ്ര സന്ദർശനം റദ്ദാക്കിയ മുത്തഖി അഫ്ഗാൻ എംബസിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഇത്തവണ തെറ്റുതിരുത്തി. വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിന് ക്ഷണിച്ചു. നേരത്തെ വനിതകളെ ഒഴിവാക്കിയത് മനഃപൂർവ്വമല്ലെന്നും സാങ്കേതിക പിഴവെന്നും വിശദീകരണം. تخنیکی ټیمونو محدودو خبريالانو سره رابطه کړې و او هغوی راغوښتي وو. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി വാണിജ്യം, നിക്ഷേപമടക്കം നിരവധി വിഷയങ്ങൾ സംസാരിച്ചതായി മുത്തഖി പറഞ്ഞു. അമൃത്സറിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് ഉടൻ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നും താലിബാൻ മന്ത്രി പ്രഖ്യാപിച്ചു. കാബൂൾ വ്യോമാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ 6 ഇടങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 58 സൈനികരെ വധിച്ചതായും 3 പാക് സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായും അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അടച്ചു. 24 ഡൽഹി. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്ക്. അമേരിക്കയിൽ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 20 പേർക്ക് പരിക്കേറ്റു. തെക്കൻ US സംസ്ഥാനമായ സൗത്ത് കാരോലിനയിലെ ബാറിലാണ് വെടിവെപ്പ് നടന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? അമേരിക്കയിൽ തുടർച്ചയായി വെടിവെപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സൗത്ത് കരോലിയയിലെ ബാറിലാണ്, അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ബാറിലാണ്, ഹെലീന ദ്വീപിലെ ബാറിലാണ് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. ഉള്ള ഏതാണ്ട് 100-ലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് നേരെയാണ് ആക്രമണ ഭാഗത്തു നിന്ന് വെടിവെപ്പ് ഉണ്ടായത്. 4 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. ഏതാണ്ട് 100ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അക്രമി എത്തിയതോ അല്ലെങ്കിൽ അക്രമി തിരിച്ചു പോയതോ അല്ലെങ്കിൽ അക്രമിയെക്കുറിച്ചുള്ള വിവരങ്ങളോ ഇപ്പോഴും അമേരിക്കൻ പോലീസിന് ലഭ്യമായിട്ടില്ല. തുടർച്ചയായി അമേരിക്കയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും 4 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 100ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ബാറിലാണ് വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത്. അമേരിക്കൻ പോലീസ് അക്രമിക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയുടെ തീരുവ ഭീഷണിയുടെ പേരിൽ അപൂർവ ഭൗമധാതുക്കൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ നിന്ന് പിന്നോക്കം പോകില്ല എന്ന് ചൈന. ഭീഷണിക്ക് പകരം ഭിന്നതകൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് അമേരിക്ക ശ്രമിക്കേണ്ടതെന്നും ചൈനയുടെ പ്രതികരണം. വ്യാപാര യുദ്ധത്തെ ഭയക്കുന്നില്ല എന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്ക ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നത് തുടരുകയാണെങ്കിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെയാണ് ചൈനയ്ക്ക് മേൽ 100% അധിക തീരുവ ട്രംപ് പ്രഖ്യാപിച്ചത്. ഒമാന്റെ തുറമുഖ നഗരമായ സുഹാറിനെയും UAE തലസ്ഥാനമായ അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽവേ പദ്ധതിയുടെ തുരങ്ക നിർമ്മാണത്തിന് തുടക്കമായി. നൂതന എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് തുരങ്ക നിർമ്മാണം. ഒമാനിലെ ബുറൈമി ഗവർണറേറ്റ് സ്ഥിതി ചെയ്യുന്ന അൽ ഹജർ പർവ്വത നിരകളിലാണ് തുരങ്ക നിർമ്മാണം ആരംഭിച്ചത്. തുരങ്കങ്ങളുടെ ജോലികൾ പൂർത്തിയായി കഴിഞ്ഞാൽ പദ്ധതി അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കും. അതിൽ ട്രാക്ക് രൂപീകരണം, റെയിൽ സ്ഥാപിക്കൽ, തുരങ്കങ്ങൾക്കുള്ളിൽ റെയിൽവേ സംവിധാനങ്ങൾ സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടും. ചുറ്റുമുള്ള സമൂഹങ്ങളിലും ആവാസ വ്യവസ്ഥയിലും കുറഞ്ഞ ആഘാതം ഉറപ്പാക്കുന്നതിന് സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിൽ ഊന്നൽ നൽകിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു. ഒമാനും UAEക്കുമിടയിൽ ഇന്റർ മോഡൽ ട്രെയിൻ സേവനങ്ങൾ നൽകുന്നതിനായി ഹഫീദ് റെയിൽ കമ്പനി അസിയാദ് ലോജിസ്റ്റിക്സുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒമാനെയും UAE ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖലയിൽ സംയോജിതവും തടസ്സമില്ലാത്തതുമായി കണ്ടെയ്നർ ഗതാഗത സേവനം നൽകുക എന്നതാണ് കരാർ ലക്ഷ്യമിടുന്നത്. ചരക്ക് ഗതാഗതം, തുറമുഖ പ്രവർത്തനങ്ങൾ, കസ്റ്റംസ് ക്ലിയറൻസ്, കാർഗോ ഏകീകരണം എന്നിവ ഈ സമഗ്ര സേവനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സുഹാർ തുറമുഖം വഴി 3800-ലധികം റെയിലുകൾ എത്തിച്ചതോടെ റെയിൽവേ ലിങ്കിനായുള്ള ട്രാക്ക് ലേയിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തിന്റെ ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് പദ്ധതി. 24 ഒമാൻ. 1447 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് നടത്തിയ പലായനത്തിന്റെ ദൃശ്യാവിഷ്കാരം ഹിജ്റ എക്സ്പെഡിഷൻ മസ്കറ്റ് വേദിയാകുന്നു. ICF മസ്കറ്റ് റീജിയന് കീഴിൽ ഒക്ടോബർ 17-ന് ബൌഷർ ഒമാൻ ഹാളിൽ നടക്കുന്ന സെഷന് കേരളത്തിൽ നിന്നുള്ള പണ്ഡിതനും വാഗ്മിയുമായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി നേതൃത്വം നൽകും.
പ്രവാചകനും സഹചാരികളും സഞ്ചരിച്ച വിശുദ്ധ മക്ക മുതൽ മദീന വരെയുള്ള പലായനത്തിന്റെ മാതൃകയിൽ അതേ പാതയിലൂടെ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി സൗദി ഗവേഷകരോടൊപ്പം നടത്തിയ ഒരു അന്വേഷണ യാത്രയുടെ ദൃശ്യാവിഷ്കാരമാണ് ഹിജ്റ എക്സ്പെഡിഷൻ. സൗദിയിലെ പ്രമുഖ പണ്ഡിതനായ ഡോക്ടർ അബ്ദുള്ള ഖാളിയുടെ എ ഫോട്ടോഗ്രാഫി ജേണി എന്ന പുസ്തകവും ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി നടത്തിയ ഹിജ്റ അന്വേഷണ യാത്രയും ഈ വിഷയത്തിലെ ഒരു പുതിയ ചുവടുവെപ്പാണ്. പ്രവാചകൻ ഹിജ്റ പോയ വഴികൾ, പ്രധാനപ്പെട്ട ഇടങ്ങൾ, വിശ്രമിച്ച സ്ഥലങ്ങൾ തുടങ്ങി വഴിയിലെ 43 ഇടങ്ങൾ ഉൾപ്പെടെ വളരെ കൃത്യമായി ഹിജ്റയുടെ ജിയോഗ്രഫിയും അനുബന്ധ വർത്തമാനങ്ങളും പങ്കുവയ്ക്കുന്ന ഹിജ്റ എക്സ്പെഡിഷനിലൂടെ 1447 വർഷങ്ങൾക്ക് മുൻപ് മുഹമ്മദ് നബി നടത്തിയ ഹിജ്റയെ പുനർവായിക്കപ്പെടുകയാണ്. ICF മസ്കറ്റ് റീജിയൻ പ്രസിഡന്റ് സയ്യിദ് സാക്കിബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി നിസാർ പൂക്കോത്ത്, സ്വാഗത സംഘം പ്രസിഡന്റ് ഉസ്മാൻ സഖാഫി, കൺവീനർ ഹജീറത്ത്, പബ്ലിസിറ്റി ലീഡ് ഇർഷാദ് കറ്റാനം, ഫിനാൻസ് ലീഡ് ഷഫീ കുഞ്ഞിമോൻ, ICF നാഷണൽ സെക്രട്ടറി അജ്മൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 ഒമാൻ. കുവൈറ്റിൽ മരുന്നുകളും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും ഇനി മുതൽ വെൻഡിംഗ് മെഷീനുകൾ വഴി വിൽക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ ഇറക്കി ആരോഗ്യ മന്ത്രാലയം. സ്വകാര്യ മേഖലയിലെ മരുന്ന് വിതരണ സമ്പ്രദായം ആധുനികവൽക്കരിക്കുന്നതിനും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നീക്കം. ജിദ്ദ KMCC സംഘടിപ്പിച്ച അഹമ്മദ് സാഹിബ് മെമ്മോറിയൽ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ജില്ലാതല മത്സരത്തിൽ പാലക്കാടും ക്ലബ് മത്സരങ്ങളിൽ ഡ്രീം FCയും ജേതാക്കളായി. JSC ആണ് ജൂനിയർ വിഭാഗത്തിലെ ജേതാക്കൾ. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു KMCC ജിദ്ദ സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച അഹമ്മദ് സാഹിബ് മെമ്മോറിയൽ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ. ജില്ലാതല മത്സരങ്ങളുടെ ഫൈനലിൽ കണ്ണൂർ KMCCയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പാലക്കാട് KMCC ജേതാക്കളായി. ഇന്ത്യൻ സൂപ്പർ ലീഗ് താരം VP സുഹൈറിന്റെ ഹാട്രിക്കാണ് പാലക്കാടിന് വിജയം സമ്മാനിച്ചത്. VP സുഹൈറാണ് ഫൈനലിലെ മികച്ച താരം. പാലക്കാടിന്റെ ആഷിഖിനെ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു. കണ്ണൂരിന്റെ ഹാസിമാണ് ജില്ലാതല മത്സരങ്ങളിലെ ടോപ്പ് സ്കോറർ. ക്ലബ്ബുകൾ തമ്മിലുള്ള വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ബിറ്റ്ബോൾട്ട് FCയെ 1-നെതിരെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഡ്രീം FC ജേതാക്കളായി. ക്ലബ്ബ് തല മത്സരങ്ങളിലെ മികച്ച താരമായി ജിത്തിനെയും ഗോൾ കീപ്പറായി ഷിബ്ലിയെയും തെരഞ്ഞെടുത്തു. ജൂനിയർ വിഭാഗത്തിൽ JSC അക്കാദമിയാണ് ജേതാക്കൾ. ഫൈനലിൽ സോക്കർ FCയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. JSCയുടെ റിസ്വാൻ ആണ് മികച്ച താരം. സമൂഹ മാധ്യമങ്ങളിൽ താരമായ റിസ്വാൻ ഫ്രീ സ്റ്റൈൽ അവതരിപ്പിച്ച പന്തുകൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങളായിരുന്നു സമാപന ചടങ്ങിന്റെ മറ്റൊരു ആകർഷണം. കുട്ടികളുടെ ഒപ്പനയും ഉണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ ഫൈനൽ മത്സരങ്ങൾ കാണാനെത്തി. CK റസാഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങ് ഖാദർ ചങ്കള ഉദ്ഘാടനം ചെയ്തു. VP മുസ്തഫ സ്വാഗതവും VP അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ വിൻസ്മേര ജ്വൽസിന്റെ ആദ്യ രാജ്യാന്തര ഷോറൂം ഷാർജയിൽ തുറന്നു. മലയാളത്തിന്റെ പ്രിയതാരം നടൻ മോഹൻലാൽ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷാർജയിൽ പുതുചരിത്രം കുറിച്ചാണ് വിൻസ്മേര തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചത്. മലയാളത്തിന്റെ മഹാനടനെ കാണാൻ വൈകിട്ട് മുതലെത്തിയ ആയിരങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു ഷോറൂമിന് ഉദ്ഘാടനം. പുതിയ സംസ്കാരമാണ് വിൻസ്മേരയെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു. വിൻസ്മേര ഒരു സാധാരണ ജ്വല്ലറി ബ്രാൻഡല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു പുതിയ ആഭരണ സംസ്കാരമാണ്. വിൻസ്മേരയുടെ ആദ്യത്തെ കോഴിക്കോട് ഷോറൂമിന് ലഭിച്ച സ്നേഹവും പ്രതികരണവും ഈ ബ്രാൻഡ് ജനഹൃദയങ്ങളിൽ നേടിയ വലിയ വിശ്വാസ്യതയ്ക്കും സ്നേഹത്തിനുമുള്ള തെളിവാണ്. ഇന്ന് ആ വിശ്വാസവും സ്നേഹവുമാണ് വിൻസ്മേരയെ അറബ് ലോകത്തേക്കും കൊണ്ടുവന്നിരിക്കുന്നത്.
പരമ്പരാഗത സമകാലിക ഡെയിലി വെയർ ആഭരണങ്ങൾ മുതൽ പൈതൃകവും മോഡേണിറ്റിയും സംയോജിപ്പിച്ച അപൂർവ ഡിസൈനുകളും ആഭരണ പ്രേമികൾക്കായി പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്നും വരുന്ന 2 മാസത്തിനുള്ളിൽ ദുബായിലെ മീന ബസാർ, അൽബർഷ എന്നിവിടങ്ങളിലും കൊച്ചിയിലും പുതിയ ഷോറുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നും ഈ വർഷം തന്നെ വിൻസ്മേനയ്ക്ക് 7 ഷോറൂമുകൾ ഉണ്ടാകുമെന്നും വിൻസ്മേന മാനേജ്മെന്റ് വ്യക്തമാക്കി. ഷാർജയിൽ നിന്ന് തുടങ്ങി ദുബായ് കറമ സെന്റർ, അബുദാബി മുസഫ എന്നീ സ്ഥലങ്ങളിൽ 3 ഷോറൂമുകളാണ് ഞങ്ങൾ തുറക്കുന്നത്. വരുന്ന 2 മാസത്തിനുള്ളിൽ ദുബായ് മീന ബസാറിലും അതുപോലെ ദുബായ് അൽബർഷ ലൂലു മാളിലും ഞങ്ങളുടെ പുതിയ 2 ഷോറൂം കൂടി വരുന്നുണ്ട്. ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഷോറൂം കൊച്ചിയിൽ ഈ വർഷം തന്നെ ഞങ്ങൾ തുറക്കുകയാണ്. കൊച്ചിയിൽ വെച്ച്, കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജ്വല്ലറി ആയിരിക്കും. നമ്മുടെ നാട്ടിലും ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് എന്ന് അത് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ദുബായ് കരാമ സെന്ററിലെയും അബുദാബി മുസഫയിലെയും വിൻസ്മേന ഷോറൂമുകളുടെ ഉദ്ഘാടനം മോഹൻലാൽ നിർവഹിക്കും. 24 ദുബായ്. റിയാദിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യമായ കേളി കലാ സാംസ്കാരിക വേദിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് അടുത്ത മാസം തുടക്കമാകും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയിൽ കലാ, കായിക, സാംസ്കാരിക മേഖലകളിലെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അടുത്ത മാസം റിയാദിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ കോർത്തിണക്കിക്കൊണ്ട് പ്രശസ്ത ക്വിസ് മാസ്റ്റർ GS പ്രദീപ് നയിക്കുന്ന കേളി അറേബ്യൻ ബ്രെയിൻ ബാറ്റിൽ പരിപാടിയോടെയാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് അടുത്ത വർഷം ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയിൽ വൈവിധ്യങ്ങളായ കല, കായിക, സാംസ്കാരിക, സാഹിത്യ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. സാഹിത്യോത്സവം, മെഹന്തി ഫെസ്റ്റിവൽ, സിൽവർ നൈറ്റ് മെഗാ ഷോ, നാടകോത്സവം, ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, വിപ്ലവ ഗാനോത്സവം, ഗസൽ നൈറ്റ്, ഇഷൽ നൈറ്റ്, ചലച്ചിത്രോത്സവം, വോളിബോൾ ചാമ്പ്യൻഷിപ്പ് എന്നിവയും സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കും. GCC രാജ്യങ്ങളിലെ പ്രമുഖ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന 2ാമത് കേളി അറേബ്യൻ വടംവലി മത്സരത്തോടെയായിരിക്കും സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം. 2001 ജനുവരി 1 രൂപം നൽകിയ കേളി കലാ സാംസ്കാരിക വേദിയിൽ നിലവിൽ 20,000-ൽ അധികം പ്രവാസി അംഗങ്ങൾ ഉള്ളതായും ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ നാട്ടിലെ വിവിധ ആശുപത്രികൾക്ക് ഡയാലിസിസ് മെഷീനുകളും ആംബുലൻസുകളും നൽകിയതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്കും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കുമുള്ള സഹായങ്ങളും വിതരണം ചെയ്തു. ചൂരൽമല ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ കേരള സർക്കാരിനൊപ്പം ചേർന്നുള്ള കേളിയുടെ സഹായ ഹസ്തങ്ങളും ശ്രദ്ധേയമായിരുന്നു. മെഗാ രക്തദാന ക്യാമ്പ്, 5000-ൽ പരം പ്രവാസികൾക്ക് ഒറ്റ വേദിയിൽ ഓണസദ്യ, കുട്ടികൾക്കായി മധുരം മലയാളം എന്ന പേരിൽ മലയാളം ക്ലാസുകൾ, പ്രവാസികൾക്കുള്ള ക്ഷേമ പെൻഷൻ, ലക്ഷം പൊതിച്ചോറ് പദ്ധതി, ഉപരിപഠനത്തിന് അർഹരായ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന പുരസ്കാരം, കേളി കുടുംബ സുരക്ഷാ പദ്ധതി തുടങ്ങി ഒട്ടനവധി പദ്ധതികളാണ് ഇതിനകം സംഘടന നടപ്പിലാക്കിയതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി സെക്രട്ടറി KPM സാദിഖ്, സെക്രട്ടറി സുരേഷ് കണ്ണപുരം, പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ, ട്രഷറർ ജോസഫ് ഷാജി, കൺവീനർ സുനിൽ തിരുവനന്തപുരം, ചെയർമാൻ ഷാജി റസാഖ് എന്നിവരും പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ജിദ്ദയിൽ മലബാർ അടുക്കളയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഡോക്ടർ ഷിബു തിരുവനന്തപുരത്തെ ചടങ്ങിൽ ആദരിച്ചു. മലബാർ അടുക്കള വനിതാ കൂട്ടായ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പൊതുപ്രവർത്തകരും നേതൃത്വം നൽകി. ജിദ്ദ മല്ലൂസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചെസ് മൈലാഞ്ചി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 16, 17 തീയതികളിൽ ജിദ്ദയിലെ അഹ്താബ് സ്കൂളിലാണ് മത്സരങ്ങൾ. 16 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ചെസ് മത്സരങ്ങളും 17 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് മൈലാഞ്ചി മത്സരങ്ങളും ആരംഭിക്കും. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ തിരിച്ചാണ് മത്സരങ്ങൾ നടത്തുക. വിജയികൾക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. OICC കുവൈറ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ ഓണം 2K25 സംഘടിപ്പിച്ചു. അബ്ബാസിയ ഹെവൻസ് റെസ്റ്റോറന്റ് ഹാളിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ലിബിൻ മുഴക്കുന്നിന്റെ അധ്യക്ഷതയിൽ OICC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു. തിരുവനന്തപുരത്ത് നടന്ന 24 ഡ്രീം ഹോം എക്സ്പോ സമാപിച്ചു. 30-ലധികം ബിൽഡേഴ്സിൽ നിന്നായി 100-ലധികം സൂപ്പർ ലക്ഷറി പ്രൊജക്ടുകളാണ് എക്സ്പോയുടെ ഭാഗമായത്. ഡ്രീം ഹോം എക്സ്പോയുടെ 2ാം എഡിഷൻ ഈ മാസം 25, 26 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. വീട്, ഫ്ളാറ്റ് അല്ലെങ്കിൽ വില്ല ആഗ്രഹിക്കുന്നവർക്ക് വിശാലമായ വേദിയൊരുക്കിയാണ്
24 ഡ്രീം ഹോം എക്സ്പോ ശ്രദ്ധേയമായത്. 2 ദിവസങ്ങളിലായി തിരുവനന്തപുരം ലുലു മാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർ പങ്കാളികളായി. വീടെന്ന സ്വപ്ന സഫലീകരണത്തിനായി ആരെ തിരഞ്ഞെടുക്കണമെന്ന ആശയക്കുഴപ്പം മാറ്റിയാണ് പലരും പ്രദർശനവേദിയിൽ നിന്ന് മടങ്ങിയത്. എല്ലാ കുഴപ്പമില്ല, കൊള്ളാം. ആഗ്രഹിക്കുന്നുണ്ട്. ഫ്ലാറ്റ് അല്ല, വില്ല. നല്ലതാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു വീടിന് വേണ്ടിയിട്ടാണ് ഇപ്പം. അല്ല, നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഓരോന്നിനും നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് സൗകര്യം ഉണ്ടായിരിക്കണം. പിന്നെ സിറ്റിയിലാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, അതെല്ലാം നോക്കിയിട്ടാണ്. ഡ്രീം ഹോം എക്സ്പോ 100-ലധികം അതിവിശാല പ്രൊജക്ടുകളെ ഒരു കുടക്കീഴിലെത്തിച്ചത് ഉപഭോക്താക്കളുടെ തിരഞ്ഞെടുപ്പ് എളുപ്പമാക്കി. ആരംഭദിനമായ ഇന്നലെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഫ്ലവേഴ്സ് ചീഫ് മാനേജർ ഉഷാ ശ്രീകണ്ഠൻ നായർ, പ്രോപ്പർട്ടി എക്സ്പോ കൺവീനർ ബിജു സദാശിവൻ, ക്രെഡായി കൺവീനർ ജനറൽ എസ്.എൻ. രഘുചന്ദ്രൻ നായർ, തിരുവനന്തപുരം ക്രെഡായി പ്രസിഡന്റ് അരുൺ അയ്യപ്പൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമായി. 24 ഡ്രീം ഹോം എക്സ്പോയുടെ 2ാം എഡിഷൻ ഈ മാസം 25, 26 തീയതികളിലായി കൊച്ചി ലുലു മാളിൽ സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിൽ ലഹരി കേസുകളിൽ പ്രതികൾ കരുതൽ തടങ്കലിലേക്ക്. SKN40 ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പരാമർശമുള്ളവരെയാണ് അന്വേഷണ വിധേയമായി NDPS ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ ആക്കിയത്. SKN40യുടെ 2ാം ഘട്ടമായ ജ്യോതിർഗമയുടെ ഈ ആഴ്ചത്തെ ബോധവൽക്കരണ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. നമ്മളൊരു പുതിയ സംഭവത്തിലേക്ക് നീങ്ങാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾക്ക് വിപുലമായിട്ടുള്ള പരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചു. അടുത്ത ആഴ്ച മുതൽ നമുക്കതെല്ലാം കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും SKN40യുടെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാസർഗോഡ് ജില്ലയിലെ ലഹരി മാഫിയക്കെതിരായ നടപടി കടുപ്പിച്ച് കാസർഗോഡ് പോലീസ്. കാസർഗോഡ് ജില്ലയിൽ NDPS ആക്ട് പ്രകാരം ലഹരി കടത്തുന്നവരെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ പോലീസ് തീരുമാനമെടുത്തു. തുടർച്ചയായി ലഹരി കടത്തുന്ന 9 പേർ ഇതുവരെ അറസ്റ്റിലായി. മയക്കുമരുന്നിനെതിരെ പോരാട്ടം നയിക്കുന്നവരും ലഹരിയിൽ നിന്ന് മുക്തി നേടിയവരും ലഹരി വിമോചന ക്ലാസുകൾ നയിക്കുന്നവരുമെല്ലാം പരിപാടിയുടെ ഭാഗമായി. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തകർ നേരിൽ കണ്ട അനുഭവങ്ങൾ ജ്യോതിർഗമയുമായി പങ്കുവച്ചു. ദുബായ് തെരുവിൽ അലഞ്ഞു നടന്നിരുന്നൊരു 41 വയസ്സുകാരനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ചികിത്സിച്ച്, അതൊരു വീഡിയോയിലൂടെ തെരുവിലിങ്ങനെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ആളെ ബന്ധുക്കളെ കണ്ടെത്തി നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ച് സുഖപ്പെടുത്തി രക്ഷകർത്താക്കളോടുകൂടി കുടുംബത്തോടൊപ്പം വിട്ടിട്ടുണ്ട്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. സ്കൂളുകളിലും കോളേജുകളിലും വിപുലമായ ബോധവത്കരണ പരിപാടികളാണ് SKN40 2ാം ഘട്ടമായി ജ്യോതിർഗമയുടെ ഭാഗമായി 24 സംഘടിപ്പിക്കുന്നത്. വിവിധ ജില്ലകളിൽ ജ്യോതിർഗമയുടെ ഭാഗമായി 24 മയക്കുമരുന്ന് മഹാവിപത്ത് പരിപാടി സംഘടിപ്പിച്ചു. കേരള പോലീസ് പറയുന്നു 150 ഗ്രാമല്ല 50 ഗ്രാമായാലും ഞങ്ങൾ പിന്നാലെ വരും. ഡൽഹിയിലല്ല, അവന്റെ മാടത്ത് പോയി ഞങ്ങൾ പിടിക്കും. ലഹരിവിരുദ്ധ പ്രമേയം അടിസ്ഥാനമാക്കിയുള്ള കലാപരിപാടികളും ജ്യോതിർഗമയുടെ ഭാഗമായി. പുകച്ചു തള്ളുമ്പോഴും കുടിച്ചിറക്കുമ്പോഴും തളരുന്നത് ആരോഗ്യവും എരിയുന്നത് ആയുസ്സുമാണ്. നഷ്ടപ്പെടുത്തുന്നതിലല്ല, നേട്ടങ്ങൾ കൊയ്യുന്നതിലാകാം ലഹരി. ന്യൂസ് ഡെസ്ക് 24. പ്രഷർ പമ്പിൽ ഒളിച്ചു കിടത്താൻ ശ്രമിച്ച 625 ഗ്രാം സ്വർണം പിടികൂടി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് DRI സ്വർണം പിടികൂടിയത്. യാത്രക്കാർ സംഘം ചേർന്ന് സ്വർണം കടത്തുന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 625 ഗ്രാം സ്വർണം DRI പിടികൂടിയത്. റാസൽ ഖൈമയിൽ നിന്നുമെത്തിയ ഇൻഡിഗോ വിമാനത്തിന്റെ ശുചിമുറിയിലാണ് സ്വർണം ഒളിപ്പിച്ചിരുന്നത്. യാത്രക്കാർ സംഘം ചേർന്ന് സ്വർണം കടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്തിൽ പരിശോധന നടന്നത്. സ്വർണം കൊണ്ടുവന്നത് ആരാണ് എന്ന് കണ്ടെത്താൻ വിമാനത്തിലെത്തിയ 181 യാത്രക്കാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രഷർ പമ്പിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം സൂക്ഷിച്ചിരുന്നത്. പിടികൂടിയ സ്വർണം കണ്ടുകെട്ടിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAയിൽ സീറ്റ് ധാരണ. BJPയും JDUവും 101 സീറ്റുകളിൽ വീതം മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJP 29 സീറ്റുകളിൽ മത്സരിക്കും. ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് 6 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. സീറ്റ് വിഭജനത്തിൽ പൂർണ്ണ സംതൃപ്തിയെന്ന് JDU ബീഹാർ സംസ്ഥാന സെക്രട്ടറി രാജീവ് രഞ്ജൻ പട്ടേൽ 24നോട് പറഞ്ഞു. NDA का गठबंधन का सीट अभी फाइनल हो गया और हम लोग बिहार में 225 सीट जीतने के लक्ष्य के साथ काम कर रहे हैं. NDA गवर्नमेंट बन रही है और 225 सीट से अधिक सीट ला करके बन रही है. बिहार 20 साल से नीतीश कुमार चला रहे हैं. अगला 5 साल भी नीतीश कुमार चलाएंगे. वेलफेयर वर्क,
वुमेन्स empowerment, youth empowerment, employment empowerment. So many work done by our chief minister, or in this way, no competition with any other party. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.